അസ്ഥിബലക്ഷയവും സന്ധി തേയ്മാനവുമായി ബന്ധപ്പെട്ട സൗജന്യ പരിശോധന ക്യാമ്പ് കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ബോധവൽക്കരണ ക്യാമ്പും സംഘടിപ്പിച്ചു. കാക്കനാട് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക IAS ഉദ്ഘാടനം ചെയ്തു. തൃക്കാക്കര മുനിസിപ്പാലിറ്റിനെ അഭിനന്ദിക്കുകയാണ്. ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എങ്ങനെ നടത്തണമെന്ന് പറഞ്ഞിട്ട് ഒരു മാതൃകാപരമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 80, 70, 90, 100 വരെയൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രായത്തിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ 40-ലും 50-ലും വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ടുള്ള ജീവിതം, അവസാന ജീവിതത്തെ നമുക്ക് നല്ലതാക്കാൻ പറ്റും. ഓസ്റ്റിയോ ആർത്രൈറ്റിസും പിന്നെ ബോൺ ഡെൻസിറ്റിയുടെ സൗജന്യമായിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. സോ കൺഗ്രാറ്റുലേഷൻസ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആൻഡ് കൊച്ചി ഇന്നർവീൽ ക്ലബ് ആസ് വെൽ ആസ് MOAC മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനെ അഭിനന്ദിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സ് കഴിഞ്ഞ ശേഷം അല്ലേ, 30 വയസ്സ് കഴിഞ്ഞ ശേഷം പല രോഗങ്ങളും അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഉള്ള ഒരു സമയമാണ്. ടിൽ 30 നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ദേഹത്തിനല്ലേ അതൊക്കെ ഒരു നന്നായിട്ട് റിയാക്ട് ചെയ്യാനുള്ള ഒരു ശക്തിയുണ്ട്. പക്ഷെ ഒരു 30s പിന്നെ 40s പോകുമ്പോൾ അത് കുറച്ച് കാര്യക്ഷമത കുറവാകും അല്ലേ. സോ അപ്പോഴുള്ള സമയത്തിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ പ്രിവെൻറ്റീവ് ചെക്കപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ I am in mid-30s, ഒരു 35 വയസ്സാണ്. അങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ഒരു 30s കയറിയ ശേഷം തന്നെ 2 വർഷത്തിൽ ഒരു പ്രാവശ്യം തീർച്ചയായിട്ടും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും പിന്നെ ഇൻലോസ് പേരൻസ് എല്ലാവരും കൂട്ടിയിട്ട് പോകും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ബിക്കോസ് ഈ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്സിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അതൊക്കെ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. സോ റീസെൻ്റ്ലി ഒരു ചെക്കപ്പ് ഇങ്ങനെ ഫുൾ ബോഡി ചെക്കപ്പ് പോയപ്പോഴാണ് മനസ്സിലായത് എൻ്റെ മദറിനുള്ള ബോർഡർ ലൈൻ ഷുഗറിന് മനസ്സിലായി. സോ വി സ്റ്റാർട്ടഡ് ടേക്കിംഗ് പ്രിക്കോഷൻസ്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാവരുടെ ഒരു ഈ ഒരു കാലഘട്ടത്തിൽ. പണ്ടത്തെ കാലം മാതിരിയല്ല, കാലം ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ കളിക്കുന്ന വസ്തുക്കളിൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഉണ്ടാവാം, വെള്ളത്തിൽ ഇതുണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു ബി വെരി കെയർഫുൾ ആൻഡ് പ്രൊആക്റ്റീവ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് അവർ ഹെൽത്ത്. കുറേ പ്രിവെൻറ്റീവ് ചെക്കപ്സ് നടക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി ഈ ഒരു പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടിട്ടുള്ളത്. എല്ലാവിധ ആശംസകൾ പറയുകയാണ്. പില്ലോ വെക്കണോ വേണ്ടയോ? യെസ്, ഇറ്റ്സ് എ ട്രാപ്പ് ക്വസ്റ്റ്യൻ. യെസ്, സോ കംഫർട്ട് വെച്ചേ പറ്റത്തുള്ളൂ. എക്സാക്ട്ലി. സോ ദാറ്റ് ഇസ് ദ ബേസിക് ട്രൂത്ത്. സോ പില്ലോ നല്ലതല്ല, പക്ഷേ കംഫർട്ടിന് വേണ്ടി വെക്കണം. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ്, അതാണ്. പക്ഷേ പില്ലോ കറക്റ്റാണ്. വലിയ പില്ലോ വെക്കുന്ന ഡെഫിനറ്റ്ലി ഇസ് റോങ്. സോ വി ഷുഡ് ബി പില്ലോ വൈസ്, നോട്ട് പില്ലോ ലെസ്. ദാറ്റ് ഇസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്ലം ലൈനിനെ പറ്റിയിട്ടും ഈ 10 ഡിഗ്രി പ്രോസസ് വെന്റിലേഷനെ പറ്റി പറഞ്ഞു. അപ്പോൾ നമ്മൾ കിടക്കുമ്പോൾ പില്ലോ ഇല്ലെങ്കിൽ എന്താ പറ്റുക, കഴുത്ത് പുറകോട്ട് പോകും. നമുക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. സോ വാട്ട് ഡു? നമ്മൾ കൈ എടുത്ത് വെച്ചിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കൈ എടുത്ത് വെച്ച് വാട്ട് ഹാപ്പൻസ്, കഴുത്തിൻ്റെ പുറകുള്ള മസിൽസ് പിന്നെ സ്ട്രെസ് ആവും, ഷോൾഡറിന് പിന്നെ പരിക്കുകൾ സംഭവിക്കും. സോ ചരിഞ്ഞ് കിടക്കുമ്പോൾ യു റിക്വയർ എ പില്ലോ ടു കീപ് യുവർ ഹെഡിനെ പെർപെൻഡിക്കുലറായിട്ട് നിർത്താനായിട്ട് നമുക്കൊരു പില്ലോ വേണം. ഷോൾഡറിൻ്റെ ഹൈറ്റിലുള്ള പില്ലോ ഉണ്ടായിരിക്കണം. മലർന്ന് കിടക്കുമ്പോൾ കട്ടി കുറഞ്ഞൊരു പില്ലോ തല തൊട്ട് തോള് വരെ ഇറങ്ങി തലയിടയിൽ മാത്രം പൊക്കമുള്ള പില്ലോ വെച്ചാൽ ദാറ്റ് ക്യാൻ ബി എ പ്രോബ്ലം. നമസ്കാരം, ഞാൻ ഡോക്ടർ സുജിത് ജോസ്, കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഫസർ, കോലഞ്ചേരിയിലെ MOAC മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. ജിമ്മിൽ പോയുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് ചെറിയ വെയിറ്റുകളിൽ തുടങ്ങി വലിയ ഭാരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് വളരെയധികം നല്ല കാര്യമാണ്. സന്ധിയുടെ മൂവ്മെൻറ്റിനെയും ആക്ടിവിറ്റീനെയും നല്ലതാക്കാനും ജിം ഒത്തിരി സഹായിക്കും.
ഷട്ടിൽ ബാഡ്മിൻ്റൺ വളരെ നല്ല കളിയാണ്, വളരെ പാഷനേറ്റ് ആയിട്ട് കളിക്കുന്ന കളിയാണ്. മസിൽസിന് സ്ട്രെസ് ഓവറായിട്ട് വന്നാൽ ടെൻഡനിൽ പരിക്കുകൾ ഉണ്ടാവാം. ഇവിടെ ഇന്ന് തൃക്കാക്കര നഗരസഭയും ഇന്നർ വീൽ ഓഫ് കൊച്ചിൻ ഗ്ലോബലും MOIC മെഡിക്കൽ കോളേജും ചേർന്ന് ഇവിടെയുള്ള സാധാരണ മനുഷ്യർക്കായി സന്ധികളുടെ പ്രശ്നങ്ങളെ പറ്റിയും നടുവേന, കഴുത്തുവേന, അങ്ങനത്തെ പ്രശ്നങ്ങളും ഓസ്റ്റിയോപോറോസിസ് അതായത് അസ്ഥി ബലക്ഷയം അതിൻ്റെ നിർണയ മെഷീൻ വെച്ചുള്ള ഒരു ക്യാമ്പും ബോധവൽക്കരണവും പിന്നെ മെഡിക്കൽ ക്യാമ്പായിട്ട് മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലും സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഇത്രയും പേരെ ഒരു 200-250 പേഷ്യൻസ് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അവരെ ചികിത്സിക്കുകയും ചികിത്സയുടെ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുകയാണ്. സന്ധി തേയ്മാനം പ്രധാനമായി ബാധിക്കുന്നത് കാൽമുട്ടുകളെ, ഇടുപ്പിനെ, ഷോൾഡർ ജോയിൻറ്റിനെ. ഓരോ സന്ധിയും നമുക്ക് പ്രധാനമാണ്. സാധാരണമായി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് കാൽമുട്ടുകൾ. അപ്പോൾ കാൽമുട്ട് രണ്ടെണ്ണവും നന്നായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ഇരുന്നിട്ട് എണീക്കാനുള്ള ബലം നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ കൈ കൊണ്ടൊരു ജോലി ചെയ്യണമെങ്കിൽ കൈനെ പൊക്കുന്ന റൊട്ടേറ്റർ കഫ് മസിൽസ് പരിക്ക് പറ്റിയാൽ കൈ പൊക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും, ഇപ്പോൾ രണ്ട് കൈക്കും പരിക്ക് പറ്റി അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മസിൽസ് വർക്ക് ചെയ്യുന്നില്ല, ഒരു ഭാരം പൊക്കാനോ അതായത് ഒരു ഗ്ലാസ് വെള്ളം പൊക്കാനോ പറ്റാതെ നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ആധുനിക ചികിത്സാ രീതിയിൽ ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട്. ഇപ്പോൾ ഒരു മസിൽ ടയർ വന്നാൽ അതിനെ നമുക്ക് ആർത്രോസ്കോപ്പി വഴി റിപ്പയർ ചെയ്യാം. ഒരു സന്ധി കേടുവന്ന് പോയാൽ ഡാമേജ് ആയ മസിൽസ് ഉള്ള സന്ധിനെ പോലും നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റും. ഷോൾഡർ ആയാലും ഹിപ്പ് ആയാലും നീ ജോയിൻ്റ് ആയാലും സന്ധി മാറ്റിവെക്കൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആശുപത്രികളുണ്ട്. നല്ല രീതിയിൽ ചെയ്താൽ രോഗിക്ക് വീണ്ടും ഒരു നല്ല ജീവിതം കിട്ടും. അതുപോലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഇത് വരാതിരിക്കുക, എങ്ങനെ വരാതിരിക്കാൻ നമുക്ക് നോക്കാം എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ കാൽമുട്ടിന് നമുക്ക് ചെറിയ പരിക്കുകൾ വരുമ്പോൾ, അപ്പോൾ ചിലപ്പോൾ നീർക്കെട്ടുകളായിരിക്കാം, ചെറിയ വേദനകൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു, കാലിങ്ങനെ സ്റ്റക്കാവുന്നു. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നേരത്തെ അതിനെ ഫിസിയോതെറാപ്പി കൊണ്ടും എക്സസൈസ് കൊണ്ടും സപ്പോർട്ട്സ് കൊണ്ടും ബ്രേസിങ് കൊണ്ടും ഒരു പരിധിവരെ പരിഹരിക്കാം. അതല്ലാതെ ചെറിയ പരിക്കുകളുണ്ട്, അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ രോഗനിർണയം നടത്തി അതിനെ പരിഹരിക്കുകയാണെങ്കിൽ ഭാവിയിൽ തേയ്മാനങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ പറ്റും. കൂടുതൽ ഡാമേജ് വരാതെ. ഇപ്പോൾ സന്ധി തേയ്മാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രായം പോലെയാണ്. അപ്പോൾ അത് മുന്നോട്ടേ പോവുള്ളൂ, പുറകോട്ട് പോകാൻ പറ്റില്ല. മുടി നരയ്ക്കുന്ന പോലെയാണ്. നരച്ച മുടി പിന്നെ കറുക്കില്ല, നമുക്ക് കറുപ്പിക്കാം പക്ഷേ കറുക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് മുന്നോട്ട് പോകുന്നത്. അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ, പുറകോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ വരാതിരിക്കാനും ചെയ്യുന്ന വഴികൾ നമ്മൾ ചിന്തിക്കേണ്ടത്. കൃത്യമായ വ്യായാമം, അതായത് ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മസിൽസിൻ്റെ ബലപ്പെടുത്താൻ നമ്മൾ എല്ലാ സന്ധികൾക്കും വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും സന്ധികൾക്ക് കേടുപാട് വരാതെ. ശരീരഭാരം, അക്കസ്റ്റംഡ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ കുമ്പിട്ടിരുന്ന് ചെയ്യുന്ന ജോലികൾ നടുവിന് കേടുകൾ വരുത്താം. പ്രായം കൂടുമ്പോൾ 20 വയസ്സിൽ പറ്റില്ലായിരിക്കും, പക്ഷേ 30 വയസ്സിൽ 40 വയസ്സ് 50 കഴിയുമ്പോൾ സൂക്ഷിക്കണം. പരിക്കുകൾ വരാതെ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ജീവിതം പ്രായം കൂടുമ്പോഴും, ഇപ്പോൾ നമ്മൾ 80, 70, 90, 100 വരെയൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രായത്തിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ 40-ലും 50-ലും വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ടുള്ള ജീവിതം, അവസാന ജീവിതത്തെ നമുക്ക് നല്ലതാക്കാൻ പറ്റും. അതാണ് പ്രധാനം. ജിമ്മ് വളരെ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇരുന്നിട്ട് പൊങ്ങാൻ പറ്റും. പക്ഷേ ആ ഇരുന്നിട്ട് പൊങ്ങുന്ന ആ മൂവ്മെൻറ്റ് നമ്മുടെ ശരീരഭാരം കൊണ്ട് ചെയ്യുന്ന എക്സസൈസാണ്. അപ്പോൾ ഇനി എക്സസൈസ് റെസിസ്റ്റൻസ് വെച്ച് ചെയ്യുമ്പോൾ, അതായത് ഒരു ബലത്തിനെതിരെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ മസിൽസിന് പവർ കൂടും. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ നമ്മൾ ജിമ്മിൽ പോയുള്ള അഡ്വാൻറ്റേജ്, നമുക്ക് ചെറിയ വെയിറ്റുകളിൽ തുടങ്ങി വലിയ ഭാരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് വളരെയധികം നല്ല കാര്യമാണ്. പിന്നെ ജിം ട്രെയിനേഴ്സ്, ഇപ്പോൾ ഞാനും ഒരു 50 വയസ്സായെങ്കിൽ ഒരു കുറച്ച് നാൾ മുമ്പേ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുവരെ നമ്മളിങ്ങനെ ഓടാൻ പോകും, കളിക്കാൻ പോകും, സ്വിം ചെയ്യും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വളരെ ആക്റ്റീവാണ് ഞാൻ. പക്ഷേ ഒരു ജിം ട്രെയിനറുടെ അടുത്ത് ചെല്ലുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ഓർത്തോപെഡിക് സർജനാണ്, എന്നിട്ടും എനിക്ക് വളരെയധികം
കാര്യങ്ങൾ ആ ജിം ട്രെയിനറിന് പറഞ്ഞു തരാൻ പറ്റും. അല്ല, ചില കാര്യങ്ങൾ തെറ്റ് ചെയ്യും അവർ, ഇല്ലയെന്നല്ല. പരിക്കുകൾ ഉണ്ടാക്കി, ഇപ്പോൾ ജിമ്മിൽ പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ പുള്ളപ്പ് ചെയ്ത് മസിൽ ടയർ ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ജിം ട്രെയിനർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്യാം. ഒരിക്കലും എടുത്താൽ മതി, ട്രെയിനിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. പരിക്കുകൾ കൂടാതെ സന്ധികളെ ബലപ്പെടുത്താനും ഒരു സന്ധിയുടെ മൂവ്മെൻറ്റിനെയും ആക്ടിവിറ്റീനെയും നല്ലതാക്കാനും ജിം ഒത്തിരി സഹായിക്കും. ഷട്ടിൽ ബാഡ്മിൻ്റൺ വളരെ നല്ല കളിയാണ്, വളരെ പാഷനേറ്റ് ആയിട്ട് കളിക്കുന്ന കളിയാണ്. പക്ഷേ നമുക്ക് ഓവർ ഹെഡ് ആക്ടിവിറ്റി, ഇപ്പോൾ ഒരു 30 വയസ്സിലും 40 വയസ്സിലും കുഴപ്പങ്ങൾ വരില്ല. പക്ഷേ നമ്മുടെ പ്രായം കൂടുമ്പോൾ മാംസപേശികൾക്ക് എല്ലിലേക്ക് പിടിക്കുന്ന ഏരിയ, ടെൻഡൻസ്, അത് കട്ടി കൂടും, അത് ഫേം ആവും. അപ്പോൾ ഈ ടെന്നീസ് എൽബോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു 35-40 വയസ്സിൽ എല്ലാവർക്കും വരാം. കാരണം ആ ടെൻഡൻ്റെ ക്വാളിറ്റി മാറുന്നത്, അതും പ്രായത്തിൻ്റെ ഭാഗം തന്നെയാണ്. മുടി നരയ്ക്കുന്ന മരത്തിന് മാറ്റം അവിടെ വരുന്നത് തന്നെയാണ്. പക്ഷേ ഈ മസിൽസിന് സ്ട്രെസ് ഓവറായിട്ട് വന്നാൽ ടെൻഡനിൽ പരിക്കുകൾ ഉണ്ടാവാം. സോ റൊട്ടേറ്റർ കഫിന് അല്ലെങ്കിൽ ലിഗമെൻസിന് പരിക്കുകൾ ഉണ്ടാകാം. നമ്മളൊരു നല്ല ട്രെയിനിങ് ഇല്ലാതെ കളിച്ചാൽ 1, 2 കുറേ നാൾ കളിക്കാതിരുന്ന് കളിക്കുമ്പോൾ, സ്ഥിരമായിട്ട് കളിക്കുകയാണ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് കളിക്കുക, നമ്മുടെ പ്രായക്കൂടെ കളിക്കുകയാണെങ്കിൽ പരിക്കുകൾ വരാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒരു 60 വയസ്സുള്ള ഒരാൾ 20 വയസ്സുകാരൻ്റെ കൂടെ ആഞ്ഞു പിടിക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്യാം.